സ്പെയിൻ്റെ പരമാധികാരമുള്ള മൊറോക്കൻ ഭൂപ്രദേശത്തുള്ള ഒരു ചെറിയ സ്ഥലമാണ്. മാഹി പോലെ ഒരു ചെറിയ സ്ഥലമാണ് ഈ സൗട്ട. അപ്പോൾ അവിടേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പെയിൻ്റെ ടെറിട്ടറി ആകുമ്പോൾ അത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാണ്, യൂറോപ്പിൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എത്തിയാൽ യൂറോപ്പിലെത്തി എന്നുള്ള ഒരു ധാരണയിലാണ് വലിയ തോതിൽ അവിടെ 60,000-ഓളം ആളുകൾ അവിടേക്ക് ഇടിച്ചു കയറുകയാണ് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ്. അത് യൂറോപ്പിലേക്ക് പല ബോട്ട് വഴിയും അല്ലാതെയൊക്കെയുള്ള ഈ അഭയാർത്ഥി സാധാരണ ഈ മെഡിറ്ററേനിയൻ കടൽ കടന്നിട്ടാണ് യൂറോപ്പിലേക്ക് ആളുകൾ പോകുന്നത്. ഇത് കടൽ കടക്കാതെ തന്നെ ഇക്കരെയുള്ള ഒരു ചെറിയ സ്ഥലം. അപ്പോൾ യൂറോപ്പിലേക്ക് ആളുകൾ പോവുക എന്നുള്ളത് കുറേ കാലമായിട്ടുള്ളൊരു ഒരു ഫെനോമിനയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇതേതോ ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലതരം തിയറീസ് ഉണ്ട്. അതിൽ ഇപ്പം സെയ്ഫ് പറഞ്ഞ മാതിരി അവിടുത്തെ ഒരു കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ചു. അതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ, ഡിസ്ഇൻഫർമേഷൻ വലിയ തോതിലുണ്ടായി. കാരണം പോയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്വീകരിക്കപ്പെടും, ഈ പറയുന്ന റെഫ്യൂജി സ്റ്റാറ്റസ് കിട്ടും, അവിടെ യൂറോപ്പിലേക്ക് പോകാൻ പറ്റും എന്നൊക്കെയുള്ള നിലക്കുള്ള വലിയ പ്രചാരണം നടക്കുന്നു. അങ്ങനെ കൂട്ടത്തോടെ ആളുകൾ വന്നതാണ് എന്നുള്ളതാണ് ഒരു തിയറി. രണ്ടാമത്തത് ഇതങ്ങനെയല്ല, ഇതിനകത്ത് വേറെ കുറേ പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പോൾ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യം, മൊറോക്കോ ആഫ്രിക്കയിലാണ്, സ്പെയിൻ യൂറോപ്പിലാണ്. പക്ഷേ അവർ തമ്മിൽ ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. മെഡിറ്ററേനിയൻ കടലിൽ ഏറ്റവും നാരോ 20 കിലോമീറ്റർ ജിബ്രാൾട്ടർ സ്ട്രൈറ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇത് സ്പെയിന് കടുത്ത ഇസ്രായേൽ വിരുദ്ധ രാജ്യമാണ്. സ്പെയിനിൽ ഇപ്പോഴത്തെ ഭരണകൂടം പെദ്രോ സാഞ്ചസിൻ്റെ നേതൃത്വത്തിൽ ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് അല്ലെങ്കിൽ ബ്രോഡ് ലെഫ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ഭരണകൂടമാണ്. അപ്പോൾ സ്പെയിനും ഈ പറയുന്ന ലാൻഡ് ഉണ്ടല്ലോ, ഈ സുവാട്ട മെലീല, ഇത് രണ്ടും മൊറോക്കൻ ലാൻഡാണ്, പക്ഷേ സ്പെയിൻ്റെ കീഴിലാണ്. സ്പെയിൻ അതിനെ കാണുന്നത് ഇൻവേഡഡ് ലാൻഡായിട്ടാണ്. മൊറോക്കോ കാണുന്നത് സ്പെയിൻ അധിനിവേശം ചെയ്തിരിക്കുന്ന പ്രദേശമായിട്ടാണ്. അപ്പോൾ ഈ സ്പെയിനെതിരെ ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് ഒളിയുമ്പോൾ ചെയ്യാറുണ്ട്. ഈ പലസ്തീൻ വിഷയം സ്പെയിൻ ഉന്നയിക്കുമ്പോൾ വലിയ ഡയലോഗ് അടിക്കണ്ട, നിങ്ങൾ മറ്റവന്മാരുടെ ഭൂമി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നമുക്കൊരു അധിനിവേശ വിരുദ്ധ പോരാട്ടം നടത്തിയാലോ, നല്ല രസമായിരിക്കും, സുവോട്ടയിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് 2019 നെതന്യാഹുവിൻ്റെ മകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ അധിനിവേശത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തതെന്നൊക്കെയുള്ള ഈ സ്വഭാവത്തിലുള്ള സോഷ്യൽ മീഡിയ കമൻറ്റുകൾ പല സന്ദർഭങ്ങളിലായിട്ട് ഇസ്രായേലി ഹാൻഡിൽ എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലി പേഴ്സണാലിറ്റീസ് ഉണ്ടല്ലോ, പൊളിറ്റിക്സിലും മിലിറ്ററിയിലൊക്കെ ഉള്ള, അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഈ ലാൻഡിൻ്റെ പേരിൽ മൊറോക്കോയും സ്പെയിനും തമ്മിൽ ദീർഘകാലമായിട്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവർക്കിടയിൽ. എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ കോൺഫ്ലിക്റ്റുകളൊന്നും പോയിട്ടില്ല. സ്പെയിൻ അതിൻ്റെ മേലെ അവകാശവാദം ഉന്നയിക്കാറുണ്ട്, മൊറോക്കോ അവകാശവാദം ഉന്നയിക്കാറുണ്ട്, സ്പെയിൻ അങ്ങനെയല്ല വിട്ടുകൊടുക്കുക. വേറൊരു വിഷയമുണ്ട്, ഈ വെസ്റ്റേൺ സഹാറ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് മൊറോക്കോയുടെ വെസ്റ്റ് ഭാഗത്ത്, അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ട് ചേർന്നാണ്. ആ പ്രദേശത്തുകാർ ആ പ്രദേശം 1975 സ്പെയിൻ്റെ കയ്യിലായിരുന്നു. 75 സ്പെയിൻ ഉപേക്ഷിച്ച് പോയി. ഡീകൊളോണിയൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഡീകൊളനൈസേഷൻ ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ പ്രദേശം ആര് കൈയടക്കി? മൊറോക്കോ കൈയടക്കി. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടന പോളിസാരിയോ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അത് മിലിറ്റൻറ്റ് ഒരു ഗറില്ല മൂവ്മെൻറ്റാണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിൽ ഒരു തമാശയുണ്ട്. ഈ പോളിസാരിയോ ഫ്രണ്ട് രൂപീകരിക്കപ്പെടുന്ന 1973 അവർ രൂപീകരിക്കാനുള്ള കാരണം സ്പാനിഷ് ഇതിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ്, സ്പെയിനെതിരെ പോരാടാൻ വേണ്ടിയാണ് അവർ ഉണ്ടാക്കുന്നത്. പക്ഷേ 75 സ്പെയിൻ പോയി, പക്ഷേ ആര് വന്നു? മൊറോക്കോ വന്നു, മൊറോക്കോയുടെ കീഴിലായി. അപ്പോൾ ഈ പോളിസാരിയോ ഫ്രണ്ടും സ്പെയിനും തമ്മിൽ നല്ല ബന്ധമാണ്. ഈ പോളിസാരിയോ ഫ്രണ്ടിനെ സ്പെയിൻ പിന്തുണക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം ആർക്കുണ്ട്? മൊറോക്കോയ്ക്ക് സ്പെയിനുമായിട്ടുണ്ട്. കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് ഇവരുടെ നേതാവുണ്ട് ഇബ്രാഹിം ഗലി എന്ന് പറഞ്ഞിട്ട്, ഇദ്ദേഹത്തിന് കോവിഡ് വന്നപ്പോൾ സ്പെയിനിൽ കൊണ്ടുപോയിട്ടാണ് ചികിത്സിച്ചത്. മൊറോക്കോ വലിയ ഇഷ്യൂ ആക്കിയതാണ്. ആ സമയത്ത് 2021 ഇതേമാതിരി സംഭവം ഈ സുവോട്ടോയിലുണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ അഭയാർത്ഥികൾ അങ്ങോട്ട് കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായുള്ള അഭയാർത്ഥി പ്രവാഹം അത് ഈ മൊറോക്കോയും ഇസ്രായേലും അമേരിക്കയും കൂടി ഒപ്പിച്ച ഒരു പണിയാണ് എന്നൊരു തിയറിയുണ്ട്. അപ്പം ഈ അഭയാർത്ഥികളായിട്ട് അവിടെ വന്നിട്ടുള്ള പല ആളുകളും ബൈറ്റിൽ മൊറോക്കോ പോലീസ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മൊറോക്കോ ഇസ്രായേലിനെ അംഗീകരിച്ച അപൂർവം അറബ് രാജ്യങ്ങളിലൊന്നാണ് അബ്രഹാം അക്കോർഡിൽ ഒപ്പുവെച്ച. അതിനൊരു കാരണമുണ്ട്. അബ്രഹാം അക്കോർഡിൽ അവർ ഒപ്പുവെക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെസ്റ്റേൺ സഹാറ ഉണ്ടല്ലോ, അവിടെ ഈ സഹ്റാവികൾ എന്നാണ് അവർ പറയുന്നത്. വെസ്റ്റേൺ സഹാറയ്ക്ക് മേലുള്ള മൊറോക്കോയുടെ അവകാശവാദത്തെ അമേരിക്ക ട്രംപ് പറഞ്ഞു ഞാനത് അംഗീകരിക്കാം, നിങ്ങളുടെ അവകാശം അംഗീകരിക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ എന്ത്? നിങ്ങൾ അബ്രഹാം അക്കോർഡിൽ ഒപ്പുവെക്കണം. അപ്പോൾ അങ്ങനെയാണ് മൊറോക്കോ ഇസ്രായേലിനായിട്ട് കരാറിൽ അബ്രഹാം അക്കോർഡിൽ ഒപ്പുവെക്കുന്നത്. എന്ന് മാത്രമല്ല ഈ യുദ്ധകാലത്ത് അമേരിക്കയിൽ നിന്നുള്ള ഒരു വാർഷിപ്പ്, ഇസ്രായേലിലേക്ക് പോകുന്ന ഒരു വാർഷിപ്പ്
റീഫ്യൂൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പാനിഷ് പോർട്ടിലേക്ക് പോയപ്പോൾ അവർ സമ്മതിച്ചില്ല. ആരാ സമ്മതിച്ചാൽ ഇങ്ങോട്ട് വരിയെന്ന് പറഞ്ഞു. മൊറോക്കോക്കാരാണ് അവരെ താഞ്ചീർ എന്ന് പറഞ്ഞിട്ടൊരു തുറമുഖത്ത് വെച്ചിട്ട് അടിച്ചോളി അടിച്ചോളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇസ്രായേലുമായിട്ട് സഹകരണമുള്ള രാജ്യമാണ് മൊറോക്കോ. ഇനി ഇന്നത്തെ ഇസ്രായേലി ക്യാബിനറ്റിലെ ഇത്താമിർ ബെൻ ഗബീർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു മിനിസ്റ്റർ. മൊറോക്കോ ധാരാളം ജൂതന്മാരുള്ള രാജ്യമായിരുന്നു. മൊറോക്കോയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയിട്ടുള്ള ഒത്തിരി ജൂതന്മാരുണ്ട്. അവർ പലരും അവിടുത്തെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഇരുന്നിട്ടുണ്ട്. ഇത്താമിർ ബെൻ ഗബീർ മൊറോക്കോയിൽ നിന്ന് വന്ന ആളാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പം ക്യാബിനറ്റിലെ ഒരു മിനിസ്റ്റർ ബെൻ ഗബീർ ആണെന്ന് എൻ്റെ ഓർമ്മ മൊറോക്കോയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ ആളാണ്. ആ നിലക്കുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു ദീർഘമായിട്ടുള്ളൊരു കൾച്ചറൽ റിലേഷൻഷിപ്പ് കൂടി മൊറോക്കോ ഇസ്രായേലും തമ്മിലുണ്ട്. അപ്പോൾ ഈ സാഞ്ചസിനൊരു പണി കൊടുക്കണം എന്ന് ഇസ്രായേലിന് ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു കൊറിയോഗ്രാഫ്ഡ് ഇൻഫ്ലക്സ് ആണ് ഈ അഭയാർത്ഥി കാറ്റം, ഈ 60,000 ആളുകൾ ഒന്നിച്ച് കയറിയത് എന്നുള്ളതാണ് ഒരു തിയറി. ഒരുപക്ഷെ അതിനും സാധ്യതയുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത് മൊറോക്കോ എന്ന് പറയുന്ന രാജ്യം ഒരു ദരിദ്ര രാജ്യമൊന്നുമല്ല കേട്ടോ. ലോകത്ത് ഫോസ്ഫേറ്റ്സിൻ്റെ നമ്മൾ അത്ഭുതകരമായൊരു ഡാറ്റയാണ്. ഫോസ്ഫേറ്റ്സിൻ്റെ 70% ആ രാജ്യത്ത്. ലോകത്ത് മൊത്തമുള്ള ഫോസ്ഫേറ്റ് റിസർവ് നമ്മളെടുത്താൽ അതിൻ്റെ 70% മൊറോക്കോയിലാണ്. എന്ന് പറഞ്ഞാൽ വളം, ഈ എന്താണ് പറയുക, കെമിക്കൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കണ ഈ സാധനം ഉണ്ടായാലേ പറ്റുള്ളൂ. അതിൻ്റെ 70% യുവമാരുടെ കയ്യിലാണ്. അപ്പോൾ ആ നിലയ്ക്ക് ദരിദ്ര രാജ്യമൊന്നുമില്ല. പക്ഷേ മൊറോക്കോ വളരെ പ്രധാനപ്പെട്ട ഒരു റെഫ്യൂജി ട്രാൻസിറ്റ് ഹബ്ബാണ്. കാരണം ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള യൂറോപ്പ് ലക്ഷ്യമാക്കി നീങ്ങുന്ന അഭയാർത്ഥി കൂട്ടങ്ങൾ, അതിൽ പലതും ഈ ഹ്യൂമൻ ട്രാഫിക് മാഫിയകളൊക്കെ കൊണ്ടുവന്നെങ്കിൽ അവരുടെ ഒരു പോയിൻ്റായിട്ട് അവർ കാണുന്നത് എവിടെയാണ്? മൊറോക്കോയാണ്. അവരോട് പെട്ടെന്ന് സ്പെയിനിലേക്ക് കടക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഈ കടന്ന ആളുകളെല്ലാം മൊറോക്കോക്കാരും അല്ല കേട്ടോ, അതും മനസ്സിലാക്കണം. ഇത് സിയോട്ടയിലേക്ക് കടന്നൊക്കെ മൊറോക്കോക്കാരൊന്നുമല്ല. മൊറോക്കോക്കാരും ഉണ്ടാകാം. ഇങ്ങനെയുള്ള വലിയ സംഘങ്ങൾ, മനുഷ്യക്കടത്തും അല്ലെങ്കിൽ അഭയാർത്ഥി സംഘങ്ങൾ, ആഫ്രിക്കയുടെ പല ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ, അവർ മറാക്കിഷ്, താഞ്ചീർ ഇവിടെയൊക്കെ വന്ന് തമ്പടിച്ചിട്ട് അവിടുന്ന് ഡിങ്കികളിലും മറ്റ് ബോട്ടുകളൊക്കെ കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇതാണ് സംഭവം. പക്ഷേ ഇത് ഏറ്റവും വലിയ സംഭവം ഇത് എവിടെയാണെന്നറിയോ? നമ്മുടെ കേരളത്തിലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിനെ ഈ ഇസ്ലാമോഫോബിക് റാൻഡിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതി അതിനെടുത്തു. കണ്ടില്ലേ, അവന്മാർ അവിടെയും കയറുകയാണ്. ഇവിടെ മിത്രങ്ങളും കൃസംഗികളുമാണ് ഇത് വലിയ തോതിൽ പ്രചരിപ്പിച്ചത്. അതിൽ തമാശ എന്ന് വെച്ചാൽ സ്പെയിൻ എന്തോ ഇവരുടെ തറവാട്ട് സ്വത്ത് വരെയാണ്. സ്പെയിനിൽ കയറി അവിടെ കുളമാക്കി, അതാക്കി, ഇതാക്കി, ഇവന്മാരെവിടെയും ഒരു സമാധാനം കൊടുക്കില്ല. സ്പെയിൻ്റെ കാര്യം നോക്കാം, ഇവരാരാ? സ്പെയിൻ വേറൊരു സ്വതന്ത്ര രാജ്യമല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു നറേറ്റീവ് ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട്. അതിൻ്റെ ക്രക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിൻ്റെ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ ആളുകൾ എന്ത് ചെയ്യാണ്? യൂറോപ്പിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് യൂറോപ്പിനെ ഇസ്ലാമൈസ് ചെയ്യാനുള്ളൊരു പ്രോജക്റ്റാണ്. അങ്ങനെ യൂറോപ്പിനെ യൂറോപ്യയാക്കി മാറ്റുകയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര കൺസ്പിറസി തിയറി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവന്മാർ ആളുകൾ അങ്ങോട്ട് അടിച്ചു കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഈ ഹെയ്റ്റ് ട്യൂബേഴ്സ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം അതിലൊരു ഇവൻ്റ് എന്നുള്ള ആൾക്കാണ് ഇവരിതിനെ പരിചയപ്പെടുന്നത്. പക്ഷെ അതിലെയും വസ്തു നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് ഒന്നാമത്തെ കാര്യം, അഭയാർത്ഥി പ്രവാഹം എന്നൊരു ലോക ചരിത്രത്തിൽ എല്ലാ സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്ന് ലോകത്ത് റെഫ്യൂജി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ കർക്കശമായിട്ടുള്ള, വളരെ പ്രൊഫഷണലായിട്ടുള്ള നിയമങ്ങളും ചിട്ടകളും കൺവെൻഷൻസും ഉണ്ട്. അതിലെ തമാശ എന്ന് വെച്ചാൽ, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന റെഫ്യൂജി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കൺവെൻഷൻസ് അത് രൂപപ്പെടുന്നതിൻ്റെ കോണ്ടക്സ്റ്റ് എന്താ അറിയോ? 1936 ഈ സ്പാനിഷ് സിവിൽ വാർ നടക്കുന്നത്, 35, 36, 37 കാലഘട്ടത്തിൽ ഈ സ്പാനിഷ് സിവിൽ വാർ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് സ്പെയിൻകാർ അഭയാർത്ഥികളായി. കുറേ അധികം ആളുകൾ ഫ്രാൻസിലേക്ക് പോയി, കുറേ അധികം ആളുകൾ മെക്സിക്കോയിലേക്ക്, അറ്റ്ലാന്റിക് കടന്ന് മെക്സിക്കോയിലേക്ക് പോയി. മെക്സിക്കോ അവരെ കൈ നീട്ടി സ്വീകരിച്ചു. മെക്സിക്കോ അവരെ സ്വാഗതം ചെയ്തു. കുറേ അധികം ആളുകൾ ഈ പറയുന്ന നോർത്ത് ആഫ്രിക്കയിലേക്കും പോയി, മൊറോക്കോയിലേക്ക്, അൾജീരിയയിലേക്ക്, ട്യൂണീഷ്യയിലേക്കൊക്കെ പോയി. അത് 35-36 കാലഘട്ടം. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് ഫ്രാൻസിലേക്കായിരുന്നു. ഫ്രാൻസിലേക്ക് ഇവർ കൂട്ടത്തോടെ പോയിട്ട് അവരുടെ ലിവിങ് കണ്ടീഷൻസൊക്കെ ഭയങ്കര മോശമായി. അങ്ങനെയാണ് ലീഗ് ഓഫ് നാഷൻ ആണ് അന്നുണ്ടായിരുന്നത്, UN ഒന്നുമില്ല. ലീഗ് ഓഫ് നാഷൻ യഥാർത്ഥത്തിൽ ഈ റെഫ്യൂജി മാനേജ്മെൻറ്റോ ബന്ധപ്പെട്ട ഒരു പ്രോട്ടോക്കോളോ കൺവെൻഷനോ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന റെഫ്യൂജി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോൾസ് രൂപപ്പെടുന്നതിൻ്റെ ഒരു ട്രിഗർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ സ്പാനിഷ് റെഫ്യൂജി ക്രൈസിസ് ആണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഡിസ്ട്രസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ റെഫ്യൂജീസ് ഉണ്ടാവും. അതെന്തോ മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു പ്രോജക്റ്റാണ്
യൂറോപ്പിനെ ഇതാക്കാൻ വേണ്ടിയുള്ള പിടിക്കാൻ വേണ്ടിയുള്ള പ്രോജക്റ്റാണെന്ന മട്ടിലാണ് ഇവന്മാരെല്ലാവരും കയറി ഇവന്മാർക്ക് ഇവർ തന്നെ ഇത് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കും. അതിലും തമാശയുണ്ട്. ഇന്ന് ലോകത്ത് നിലവിലുള്ള നമ്മൾ കാണുന്ന റെഫ്യൂജീസുമായി ബന്ധപ്പെട്ട യുണൈറ്റഡ് നാഷൻസിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് UNHCR, യുണൈറ്റഡ് നാഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്. യുണൈറ്റഡ് നാഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസിൻ്റെ കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം റെഫ്യൂജീസ്, അഭയാർത്ഥികൾ ഉണ്ടായിട്ടുള്ള, ഒറിജിൻ ഓഫ് റെഫ്യൂജീസ് ആണ് പറയുന്നത്, അഭയാർത്ഥികൾ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ 10 രാജ്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്ന് സിറിയയാണ്, രണ്ടാമത് വെനസ്വേലയാണ്, 3 യുക്രൈനാണ്, 4 അഫ്ഗാനിസ്ഥാൻ, 5 സുഡാൻ, 6 DR കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, 7 സൗത്ത് സുഡാൻ, 8 മ്യാൻമർ, 9 സൊമാലിയ, 10 എരിട്രിയ. ഇതാണ് UNHCRൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നിലവിൽ. ഇതിൽ മുസ്ലിം രാജ്യങ്ങൾ എത്രയുണ്ട്? ഇതിൽ മുസ്ലിം രാജ്യങ്ങൾ സിറിയ, അഫ്ഗാനിസ്ഥാൻ, സുഡാൻ, സൊമാലിയ, ഈ 4 രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഉണ്ടായിട്ടുള്ള രാജ്യം, രണ്ടാമത്തെ രാജ്യം വെനസ്വേലയാണ്. ഇത് തന്നെ ഈ സിറിയയുടെ കാര്യത്തിൽ കണക്കിൽ വ്യത്യാസം വരും. കാരണം സിറിയയിൽ അഭയാർത്ഥികൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു എന്തോ ഒരു ഗ്ലോബൽ ജിഹാദി പ്രൊജക്റ്റാണിത്. ഈ അഭയാർത്ഥികളുടെ പോക്ക് ഗ്ലോബൽ ജിഹാദി പ്രൊജക്റ്റാണെന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഞാൻ പറഞ്ഞത് ഒറിജിൻ ഓഫ് ഇതാണ്, റെഫ്യൂജീസാണ്. ഇനി റെഫ്യൂജി ഹോസ്റ്റ് ചെയ്യുന്നതിന് കണക്കുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ റെഫ്യൂജീസിനെ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം അടുത്ത കാലം വരെ തുർക്കിയായിരുന്നു. ഇവന്മാർക്ക് എത്ര രാജ്യങ്ങളുണ്ട്, ഇവന്മാർക്ക് സ്വീകരിച്ചാൽ പോലെ എന്നുള്ളതാണ് ഒരു എപ്പോഴും ഉപയോഗിക്കുന്ന ചോദ്യം. കഴിഞ്ഞ 10 വർഷമായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യം തുർക്കിയായിരുന്നു. 38 ലക്ഷത്തോളം സിറിയൻ അഭയാർത്ഥികൾ. അവരിപ്പം 3-ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. 3-ാം സ്ഥാനത്തേക്ക് പോകാൻ കാരണം എന്താ പറയുക? തുർക്കിയിൽ ബഷാർ അൽ അസദിൻ്റെ ഗവൺമെൻറ് അവർ മറിഞ്ഞു വീണു, പുതിയ ഗവൺമെൻറ് വന്നു, തുർക്കിയിലുള്ള സിറിയക്കാർ തിരിച്ചു പോക്ക് തുടങ്ങി. അതുകൊണ്ട് അവരുടെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം 1-ാം സ്ഥാനത്ത് നിന്ന് അവരിപ്പോൾ 3-ാം സ്ഥാനത്തായിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ആദ്യത്തെ 10 ഞാൻ പറയാം. 1 കൊളംബിയ, 2 ജർമ്മനി, 3 ടർക്കി, 4 യുഗാണ്ട, 5 ഇറാനിൽ ഈ അഫ്ഗാൻ അഭയാർത്ഥികളാണ്, ഹസാരകളാണ് കൂടുതലായിട്ടുള്ളത്. 6 പാകിസ്ഥാൻ, എഗൻ അഫ്ഗാൻ അഭയാർത്ഥികളാണ്. 7 സുഡാൻ, 8 എത്യോപ്യ, 9 ചാഡ്, 10 പോളണ്ട്. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ 2 രാജ്യങ്ങളെ യൂറോപ്യൻ രാജ്യങ്ങളുള്ളൂ. അപ്പോൾ ലോകത്തുള്ള അഭയാർത്ഥികളെല്ലാം യൂറോപ്പ് ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ്. യൂറോപ്പാണ് ഇവർക്കെല്ലാം അഭയം നൽകുന്നത്. ഇവന്മാർക്ക് എന്താ അഭയം കൊടുത്തുകൂടെ? ഇതാണ് മിത്രങ്ങളും കൃസംഗികളുടെയും രണ്ടാമത്തെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അതും കണക്ക് പ്രകാരം ശരിയല്ല. അപ്പോൾ ഇത് ഈ സിയോട്ടയിലേക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം അത് സ്വാഭാവികമായിട്ടുണ്ടാണോ ഓർക്കസ്ട്രേറ്റഡ് ആണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് തോന്നുന്നു ഒരു ഓർക്കസ്ട്രേറ്റഡ് ആയിരിക്കും. അല്ലാതെ ഒറ്റ ദിവസം 60,000 ആളുകൾ ഈ ചെറിയ പ്രദേശത്ത് ഇടിച്ചു കയറുക എന്നുള്ള അത്ര എളുപ്പം നടക്കുന്നില്ല. അപ്പോൾ അഭയാർത്ഥികളുണ്ടാവും, മനുഷ്യർ ഡിസ്ട്രസ്സിൽപ്പെടും, പല സ്വഭാവത്തിലുള്ളവരുണ്ടാവും ആളുകൾ. അപ്പോൾ അതിന് അവരെ ശരിയാം വിധം പരിചരിക്കുക, സ്വീകരിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. ഇത് ഒരു സിവിലൈസ്ഡ്, ലോകത്തെല്ലായിടത്തുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അതെന്തോ ഒരു ക്രിമിനൽ ആക്ട് എന്നുള്ള നിലക്കാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അതൊരു ക്രിമിനൽ കൺസ്പിറസിയുടെ ഭാഗമാണ്. ഇനി ഐക്യരാഷ്ട്രസഭയുടെ തന്നെ കണക്ക് പ്രകാരം ലോകത്തിൻ്റെ ഒരു നെറ്റ് മൈഗ്രേഷൻ കണക്ക് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ UN ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ലോകത്ത് ഈ ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണെന്നറിയോ? 1-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. അത് പല കാരണങ്ങളാണ്. അത് ജോബ് സീക്കേഴ്സ് ആയിട്ടുണ്ടാവും, പ്രൊഫഷണൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എന്ത് തന്നെയാലും ഇൻ്റർനാഷണൽ മൈഗ്രൻസ് എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇവർ ഈ സിയോട്ടയിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മൈഗ്രൻസിനെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാരോട് ഇതേ സമീപനം അതാത് നാടുകൾ സ്വീകരിച്ചാൽ എന്തായിരിക്കുമെന്നും കൂടെ ഇവരാലോചിക്കേണ്ടതാണ്.